ബഹുമാന്യരായ വിശ്വാസികളെ നാം ഏവരും കണ്ടുമുട്ടേണ്ടുന്ന മരണത്തെക്കുറിച്ച് സദാ ഓർക്കണമെന്നും അതിനുവേണ്ടി തയ്യാറെടുക്കണമെന്നും ഒരിക്കൽ കൂടി ഒരുമിച്ച് കൂടിയ ഈ സന്ദർഭത്തിൽ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഹിദായത്തും ഷഹാദത്തും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഇന്ന് ഷഹാദത്തും ദഅവത്തും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ചുള്ള ചില സൂചനകളാണ് ഇൻഷാ അല്ലാഹ് നൽകുവാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക പ്രതിസന്ധികളെ കൃത്യമായി അറിയുന്നവരാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് തന്നെ എന്താണ് പ്രശ്നമെന്നും ആ പ്രശ്നത്തിന്റെ പരിഹാരം എന്താണ് എന്നും കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളുടെയും ഇസ്ലാമിക ചരിത്രത്തിന്റെയും അടിസ്ഥാനത്തിൽ എന്ത് നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന ചിന്ത, കാതലായ ചിന്ത നമുക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ പ്രതിസന്ധി എന്താ? അത് ഫാസിസമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്നുള്ളത് നമ്മൾ കൃത്യമായി ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രണ്ട് വചനങ്ങൾ, അതിലൊന്ന് സൗബാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യൂഷിക്കുൽ ഉമമു അൻ തദാഅ അലൈക്കും കമാ തദാഅ ലകലതു ഇലാ ഖസ്അതിഹാ. വിശന്നൊട്ടിയ ആളുകൾ ഭക്ഷണ തളികയിലേക്ക് ആക്രാന്തം കാണിക്കുന്നത് പോലെ മറ്റു സമൂഹങ്ങൾ നിങ്ങൾക്കെതിരെ വരുന്ന ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരാനിരിക്കുന്നു എന്നുള്ളതാണ്. ആശയം വളരെ കൃത്യമാണ്. അന്നത്തെ സ്ഥിതി എന്തായിരിക്കും? ഫഖാല ഖായിലുൻ, അപ്പോൾ ഒരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ് വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമൈദിൻ, ഞങ്ങളൊന്ന് എണ്ണത്തിൽ കുറവായിരിക്കുമോ റസൂലേ എന്ന് ഒരു സഹാബി ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ അൻതും യൗമൈദിൻ കസീർ, അല്ല, നിങ്ങൾ എണ്ണത്തിൽ വളരെ കൂടുതലുണ്ടാകും. എന്നാൽ വലാകിന്നകും ഉസാഉൻ കഉസാഇസ് സൈൽ, മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു വരുന്ന ചപ്പു ചവറുകളെ പോലെയായിരിക്കും നിങ്ങളുടെ അവസ്ഥ. അന്ന് രണ്ട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞു. നിങ്ങളെ കുറിച്ചുള്ള ഗാംഭീര്യം ശത്രുക്കളുടെ മനസ്സുകളിൽ നിന്ന് അല്ലാഹു എടുത്തു കളയും. ഒന്നാമത്തെ പ്രശ്നമാണ്. രണ്ടാമത്തതോ നമ്മുടെ ഹൃദയങ്ങളിൽ അല്ലാഹു ദുർബലത ഇട്ടുതരും. അപ്പൊ ഒരു സഹാബി ചോദിച്ചു, വമൽ വഹൻ യാ റസൂലല്ലാഹ്, എന്താ റസൂലേ ഈ വഹൻ? അപ്പൊ റസൂലുള്ളാഹി വിശദീകരിച്ചു, ഹുബ്ബു ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്, ഈ ദുനിയാവിനോടുള്ള അടങ്ങാത്ത ഇഷ്ടവും വ കറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വെറുപ്പുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. രണ്ടാമത്തെ ഹദീസ്, ഇദാ തബായഅതും ബിൽ ഐനത്തി, നിങ്ങൾ ഐനത്ത് കച്ചവടത്തിൽ ഏർപ്പെട്ടാൽ. എന്താ ഐനത്ത് കച്ചവടം? അതൊരു പലിശ കച്ചവടമാണ്. എന്റെ അടുക്കൽ ഒരു 5 ലക്ഷം രൂപയുണ്ട്, നിങ്ങളൊരു കച്ചവടക്കാരനാണ്, ഞാൻ നിങ്ങളും ആത്മസുഹൃത്താണ്. നിങ്ങളൊന്ന് പറഞ്ഞു, നിന്റെ അടുക്കലുള്ള 5 ലക്ഷം എന്റെ അടുക്കലേക്ക് തന്നാണ്, ഞാൻ കച്ചവടം ചെയ്യാം, നിനക്ക് മാസാമാസം ഇത്ര തരാം. എപ്പോഴാണോ 5 ലക്ഷം ആവശ്യമുള്ളത് അത് തിരിച്ചെന്നാണ് ചോദിക്കുന്നത്, അന്ന് ഞാൻ 5 ലക്ഷം തിരിച്ചും തരാം. ഇതാണ് ഈനത്ത് കച്ചവടം. പ്രത്യക്ഷത്തിൽ കച്ചവടം എന്ന് തോന്നുമെങ്കിലും ലോസ് ആൻഡ് പ്രോഫിറ്റ് എഗ്രിമെന്റ് ഇല്ലാത്ത ഈ ഏർപ്പാട് അത് തനിച്ച പലിശയാണ്. അതിനാണ് ഈനത്ത് എന്ന് പറയുന്നത്. ഇതാ തബായഅതും ബിൽ ഐനത്തി, അങ്ങനെ നിങ്ങൾ ഈനത്ത് കച്ചവടത്തിൽ ഏർപ്പെടുകയും നിങ്ങൾ പശുവിന്റെ വാലും പിടിച്ചു പോവുകയും ചെയ്താൽ, അതായത് പണസമ്പാദനത്തിന് വേണ്ടി പണത്തിന്റെ പിന്നാലെ പോവുകയും, അപ്പൊ സ്വാഭാവികമായും പണത്തിന്റെ പിന്നാലെ പോയാൽ ബാങ്ക് ബാലൻസ് കൂടും. ആ സമ്പത്തിൽ നിങ്ങൾ തൃപ്തരായി കഴിയുകയും ചെയ്താൽ, അതോടൊപ്പം തന്നെ ജിഹാദ, നിങ്ങൾ ജിഹാദ് ഉപേക്ഷിക്കുകയും ചെയ്താൽ. എന്താണ് ജിഹാദ്? ഖുർആൻ അതിനെ കുറിച്ച് പറഞ്ഞത് വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, നിങ്ങൾ ഈ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും വലിയ ജിഹാദ് നടത്തുക എന്നാണ്. അപ്പോൾ ഖുർആനിന്റെ ആദർശ പ്രബോധനം അഥവാ ദഅവത്ത്, പ്രബോധന പ്രവർത്തനത്തിനാണ് ജിഹാദ് എന്ന് പറയുക. വതറക്തുമുൽ ജിഹാദ, അങ്ങനെ നിങ്ങൾ ദഅവത്ത് ഉപേക്ഷിക്കുകയും ചെയ്താൽ പിന്നെന്ത് സംഭവിക്കും? സല്ലല്ലാഹു അലൈക്കും ദുല്ല, നിന്ദത അല്ലാഹു നിങ്ങളിൽ അടിച്ചേൽപ്പിക്കും. അതായത് വഴിയിൽ വെച്ച് തല്ലിക്കൊല്ലും എന്നാണ് ഈ പറഞ്ഞത്. ലാ യൻസിഉഹു, ആ നിന്ദത അല്ലാഹു നിങ്ങളിൽ നിന്ന് നീക്കുകയില്ല. ഹത്താ തർജിഉ ഇലാ ദീനിക്കും, നിങ്ങൾ ദീനിലേക്ക് തിരിച്ചു വരുന്നത് വരെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട്
പ്രശ്നങ്ങൾ നമുക്കുള്ളിൽ ഉണ്ടായിരിക്കെ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വന്നിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക പ്രതിസന്ധികൾ നീക്കുക? അവിടെയാണ് കൃത്യമായി നമ്മൾ ഷഹാദത്തിലേക്ക് മടങ്ങുകയും ആ ഷഹാദത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രബോധന പ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുക എന്നുള്ളത് അനിവാര്യമാകുന്നത് അവിടെയാണ്. ഇപ്പൊ സൂറത്തുൽ നൂറിലെ 55-ാമത്തെ ആയത്തിൽ അള്ളാഹു 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ 3 കാര്യങ്ങളും ഇന്ത്യയിൽ നിന്ന് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഒന്ന്, ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. നിങ്ങൾക്ക് അള്ളാഹു ഭൂമിയിൽ ഖിലാഫത്ത് നൽകും. നമ്മുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്ത രീതിയിൽ സ്വസ്ഥമായി ജീവിക്കുവാനുള്ള ഒരു അവസ്ഥ അള്ളാഹു നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. അള്ളാഹു നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്ന ദീനിന് അള്ളാഹു സ്വാധീനം നൽകും. നമ്മുടെ ഭയപ്പാടിന് ശേഷം അള്ളാഹു നമുക്ക് നിർഭയത്വം നൽകും. ഇത് 3 ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് 3 തിരിച്ച് നമുക്ക് ലഭിക്കണമെങ്കിൽ ഒരൊറ്റ കണ്ടീഷനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്താണ് കണ്ടീഷൻ? യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് അത് പൂർത്തിയാക്കണമെന്നതാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മറ്റൊരു വശം എന്താ? ഇന്ത്യയിൽ ഈ ഒരു അവസ്ഥ മുസ്ലിമിന് വന്നുപെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഷഹാദത്തിൽ ഖിയാനത്ത് കാണിച്ചിട്ടുണ്ട്, വഞ്ചന കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ആ ഷഹാദത്ത് കൃത്യമായി നിറവേറ്റുന്ന ഒരു സമൂഹമായിരുന്നു ഈ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെങ്കിൽ ഇങ്ങനൊരു അവസ്ഥ അള്ളാഹു നമുക്ക് വരുത്തില്ലായിരുന്നു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പൊ അവിടെയാണ് കൃത്യമായി ഈ ഷഹാദത്തിനോടൊപ്പം നമ്മൾ നിർവഹിക്കേണ്ട ദഅവത്തിനെ കുറിച്ചുള്ള കൃത്യമായ ആലോചന നമുക്ക് ഉണ്ടാവേണ്ടത്. ഇതെങ്ങനെയാണ് ഷഹാദത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്? ഇപ്പൊ സൂറത്ത് ആല ഇംറാനിലെ 110-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഉത്തമ സമൂഹമാകുന്നു. ഉഖരിജത്തിൽ നിങ്ങളെ നാം നിയോഗിച്ചിരിക്കുന്നത് അന്നാസിലേക്കാവുന്നു, ജനങ്ങളിലേക്കാവുന്നു. ഈ ആയത്തിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? ഇപ്പൊ ഈ ഇരിക്കുന്ന ആളുകൾ തലശ്ശേരിയിലെ 2% ആളുകളാണെന്ന് വിചാരിക്കാം, 2% മുസ്ലിമീങ്ങളാണെന്ന് വിചാരിക്കാം, ബാക്കി എല്ലാവരും അമുസ്ലിങ്ങളാണ്. എങ്കിൽ ഈ ഇരിക്കുന്ന 2%-ത്തെ അള്ളാഹു പേരിട്ട് വിളിച്ചിരിക്കുന്നത് കുൻതും ഖൈറ ഉമ്മ എന്നാണ്. നിങ്ങൾ ഉത്തമ സമൂഹമാകുന്നു എന്നാണ്. നിങ്ങൾക്ക് അള്ളാഹു ഡ്യൂട്ടി നൽകിയിരിക്കുന്നത് എവിടെയാണ്? ഉഖരിജത്തിൽ ഇന്നാസ്. ബാക്കി വരുന്ന 98% വരുന്ന അമുസ്ലിങ്ങളായ മുസ്ലിങ്ങളായ ആളുകളിലേക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത് എന്നാണ്. അവിടെ നിങ്ങൾ ചെയ്യേണ്ട ആ 98% നിങ്ങൾ ചെയ്യേണ്ട ജോലി എന്താ? അവരിൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതായത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ഉച്ചരിച്ചുകൊണ്ട് ആരെങ്കിലും ഇസ്ലാമിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ഡ്യൂട്ടി അത് ആ ഷഹാദത്ത് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ നുബുവത്ത് കിട്ടിയതിനു ശേഷം റസൂലുള്ള വീട്ടിലിരുന്നിരുന്നുവെങ്കിൽ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ ഷഹാദത്ത് പ്രഖ്യാപിച്ചതിന് ശേഷം വീട്ടിലിരുന്നിരുന്നുവെങ്കിൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ അവസ്ഥ? നമസ്കാരം നിർബന്ധമാക്കിയത് നുബുവത്തിന്റെ നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷമാണ്. ഇന്ന് മുസ്ലിം ഉമ്മത്ത് ഇസ്ലാം കാര്യത്തിൽ 4 കാര്യങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഒന്നാമത്തെ കാര്യത്തിന്റെ കർമ്മം എവിടെ? ഇസ്ലാം കാര്യം എന്ന് പറഞ്ഞാൽ കർമ്മകാര്യങ്ങളാണ്. ഈമാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അംഗീകരിക്കേണ്ട സംഗതിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ 4 കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്: നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്. ഒന്നാമത്തെ ഷഹാദത്തിന്റെ കർമ്മം എവിടെ? എന്തുകൊണ്ടാണ് നമ്മൾ അത് നിർവഹിക്കാത്തത്? ഇത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? ഇത് നിർവഹിച്ചാൽ ലഭിക്കുന്ന പ്രതിഫലം എത്രയാണ്? ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, ഏതൊരു പ്രതിസന്ധിയിലും നമ്മൾ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ സഹായമാണ്. എങ്കിൽ അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹു ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ആ കണ്ടീഷൻ എന്താ? ഷഹാദത്തും ഈ സഹായവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ അള്ളാഹു പറഞ്ഞിടത്തൊക്കെ പറഞ്ഞൊരു കാര്യം, യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളെ പാദങ്ങളെ അള്ളാഹു ദീനിൽ അടിയുറച്ച് നിർത്തിത്തരും. അവിടെ യാ അയ്യുഹല്ലദീന ആമനൂ എന്നാണ്. മറ്റൊരു ആയത്തിൽ വലാ തഹിനൂ വലാ തഹ്സനൂ, നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ആയത്താണ്. നിങ്ങൾ പേടിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടതില്ല. വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ പേടിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടതില്ല. മറ്റൊരു ആയത്തിൽ അല്ലാഹു പറയുന്നത് വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ,
അള്ളാഹു ബാധ്യതയേറ്റിട്ടുള്ളത് മുഅ്മിനീങ്ങളെ സഹായിക്കാം എന്നുള്ളത് മാത്രമാണ്. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു വലൻ യജ്അലല്ലാഹു ലിൽ കാഫിരീന അലൽ മുഅ്മിനീന സബീല. വിശ്വാസികളുടെ മേൽ അവിശ്വാസികൾക്ക് അള്ളാഹു ഒരു ആധിപത്യവും നൽകുകയില്ല എന്നാണ്. ഇവിടെയൊക്കെ അള്ളാഹു എടുത്തു പറഞ്ഞിരിക്കുന്നത് മുഅ്മിനീങ്ങളെ അള്ളാഹു സഹായിക്കുമെന്നാണ്. മാപ്പിളാരെ അള്ളാഹു സഹായിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരാൾ മുഅ്മിനായി തീരുവാനുള്ള കണ്ടീഷൻ എന്താ? സൂറത്ത് ഹുജറാത്തിലെ 15-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു ഇന്നമൽ മുഅ്മിനൂന. ഒരാൾ മുഅ്മിനായി തീരണമെങ്കിൽ ഇനി പറയുന്ന 3 ഷർത്തുകൾ അയാൾ പൂർത്തീകരിക്കണം. ഒന്ന് അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി എന്നുള്ളത് അയാൾ അറിഞ്ഞ് അംഗീകരിക്കണം. അത് കൃത്യമായി പഠിച്ച് അറിഞ്ഞ് ബോധ്യത്തോടുകൂടി അയാൾ പ്രഖ്യാപിക്കണം. അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തുമ്മലം വ്യർത്ഥാം, പിന്നെ ആ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തെ കണ്ടീഷനോ വജാഹദു ബി അംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധനം കൊണ്ടും ദേഹം കൊണ്ടും അവൻ ജിഹാദ് ചെയ്തിരിക്കണം. എന്താണ് ജിഹാദ്? നമ്മൾ നേരത്തെ പറഞ്ഞു വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. ഈ ഖുർആനുമായി കൊണ്ട് നിങ്ങൾ ഏറ്റവും വലിയ ജിഹാദ് നടത്തുക എന്നാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രബോധന പ്രവർത്തനം കൂടി നിർവഹിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനായി തീരുവാനുള്ള, ഒരു മനുഷ്യൻ മുഅ്മിനായി തീരുവാനുള്ള കണ്ടീഷനായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് ഇന്നത്തെ പ്രശ്നങ്ങളെ നമ്മൾ ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടത്. അപ്പൊ നമുക്കറിയാം ഇന്ന് നിലവിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. ഫാസിസമുണ്ട്, ഭരണകൂട ഭീകരതയുണ്ട്, സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള കയ്യേറ്റങ്ങളുണ്ട്, ലഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉള്ള രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? അത് തന്നെയേ നമുക്ക് ചെയ്യാനുള്ളൂ. എങ്കിൽ എന്താണ് റസൂലുള്ളാഹി ചെയ്തത്? റസൂലുള്ളാഹി അവർക്ക് ഒരു ഓഫർ കൊടുത്തു. നമുക്കറിയാം റസൂലുള്ളാഹി വരുമ്പോൾ അവിടെ ഒരൊറ്റ മുസ്ലിമും ഉണ്ടായിരുന്നില്ല. അറബി പേരുള്ളവരെ മുസ്ലിമായി അള്ളാഹുവും റസൂലും പരിഗണിച്ചിട്ടില്ല. അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പ്രപഞ്ച സത്താവല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുകയും തുഫ്ലിഹു, എങ്കിൽ ഈ ലോകത്തും നാളെ പരലോകത്തും നിങ്ങൾക്ക് സമ്പൂർണ്ണമായി വിജയിക്കുവാൻ സാധിക്കുമെന്ന് അല്ലാഹു പറഞ്ഞു. പിന്നെന്താ സംഭവിച്ചത്? 23 വർഷങ്ങൾക്കുള്ളിൽ അവരിലുണ്ടായിരുന്ന ഫാസിസവും വർണ്ണവരിയും വംശവരിയും സാമ്പത്തിക ക്രമക്കേടുകളും ഭരണകൂട ഭീകരതകളും സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള കയ്യേറ്റങ്ങളും എല്ലാം അവസാനിച്ച് ലോകത്തിന് മുഴുവൻ അന്ത്യനാൾ വരെയുള്ള സമൂഹങ്ങൾക്ക് മുഴുവൻ മാതൃകയായിട്ടുള്ള ഒരു സമൂഹം ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രശ്നപരിഹാരത്തിന് വേദം മുന്നോട്ട് വെക്കുന്നത്, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന പരിഹാരം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വയം ഉൾക്കൊള്ളുകയും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള പരിശ്രമവുമാണ് എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊന്നെന്താ? അപ്പൊ ഫിറൗന്റെ അടുക്കലേക്ക് പോകുന്ന സമയത്ത് അല്ലാഹ് പറഞ്ഞു, ഫിറൗൻ അതിഭീകരമായ ഒരു അവസ്ഥ, ഇന്നഹു തഗാ എന്നാണ് അല്ലാഹ് പറഞ്ഞത്. അവൻ എല്ലാവിധ പരിധികളും ലംഘിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പോകണം. എന്നിട്ട് എന്ത് പറയണം? മാന്യമായ വാക്ക് പറയണം, ദഅവത്ത് നടത്തണം. അങ്ങനെ ദഅവത്ത് നടത്തി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ലഅല്ലഹു യതദക്കറു, ഒന്നുകിൽ അവൻ ഉത്ബുദ്ധനാവാം, നന്നാവാം, അല്ലെങ്കിലോ ഔ യഖ്ശ, അല്ലെങ്കിൽ ഭയപ്പെടാം. അപ്പൊ ഒരു സമൂഹം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളിൽ നിന്ന് എന്തുകൊണ്ട് പിന്മാറണം? അവിടെ കൃത്യമായി ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന രീതിശാസ്ത്രത്തെ നമുക്ക് വിലയിരുത്തി തരുന്നുണ്ട്. അവർ പറഞ്ഞത് ഇന്നമാ നസല അവ്വലമാ നസല സൂറത്തുൻ മിനൽ മുഫസ്സൽ, ആദ്യം ഇറങ്ങിയിരുന്നത് ചെറിയ ചെറിയ സൂറത്തുകളായിരുന്നു. ആ സൂറത്തിന്റെ പ്രത്യേകത ഫീഹാ ദിക്റുൽ ജന്നത്തി വന്നാർ, പരലോകത്തെ സംബന്ധിച്ച് സവിസ്തരം ആഴത്തിലും ഗാംഭീര്യമുള്ളതുമായ പ്രതിപാദ്യങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹും പരലോകവും ബോധ്യപ്പെട്ട ആ സമൂഹം ഇസ്ലാമിൽ അടിയുറച്ചു കഴിഞ്ഞപ്പോൾ അല്ലാഹു നസലൽ ഹലാൽ വൽ ഹറാം, ഹലാലും ഹറാമുമായ വിധിവിലക്കുകൾ അവതരിപ്പിച്ചു. നിങ്ങൾ ഇത് ചെയ്യരുത്, നിങ്ങൾ ഇത് ചെയ്യണം എന്ന് പറഞ്ഞു. അത് അനുസരിക്കുവാൻ, അത് അംഗീകരിക്കുവാൻ അവർക്ക് പിന്നെ യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. എന്നിട്ട് ആയിഷ റളിയല്ലാഹു പറയുന്നത്, അവരോടെങ്ങാനും നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നാണ് ആദ്യം പറഞ്ഞിരുന്നതെങ്കിൽ അവർ പറയും ഞങ്ങൾ ഒരിക്കലും വ്യഭിചാരം ഒഴിവാക്കുകയില്ല എന്ന് അവർ പറയും എന്ന് ആയിഷ റളിയല്ലാഹു പറയുന്നുണ്ട്. അപ്പോൾ പരലോകം ബോധ്യപ്പെടാത്ത,
പടച്ചവനെ ബോധ്യപ്പെടാത്ത ഒരു സമൂഹം അവർ ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുകയില്ല എന്നുള്ളത് പ്രവാചക ചരിത്രത്തെ പഠിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ കൃത്യമായി അള്ളാഹുവിനെ സംബന്ധിച്ചും പ്രപഞ്ച സൃഷ്ടാവിനെ സംബന്ധിച്ചും പരലോകത്തെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുത്താൽ മാത്രമേ ഈ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫാസിസ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ എതിരാളികളായിട്ടാണ് നമ്മൾ കാണുന്നത്, അല്ലെ? എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 25ഓളം തവണ, നമ്മളൊന്ന് ആലോചിക്കണം, 25ഓളം തവണ അബൂജഹലിന്റെ അടുക്കൽ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ആ റസൂലുള്ളാഹിയുടെ മനസ്സ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. വലിയൊരു ജനസഞ്ചയത്തിന്റെ ഹിദായത്തിന്റെ കാരണമായിക്കൊണ്ട് അള്ളാഹു നിയോഗിച്ച ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെ ഒരു നിരക്കും പരിഗണിക്കാതെ ശത്രുപക്ഷത്തിൽ പ്രതിഷ്ഠിച്ചാൽ പിന്നെന്ത് സംഭവിക്കുക? അവർക്ക് ഈ ഹിദായത്ത് ഉൾക്കൊള്ളുവാൻ സാധിക്കോ? ഇല്ല. അങ്ങനെ ഹിദായത്ത് തടയപ്പെട്ട ഒരു സമൂഹത്തിൽ നിന്ന് നമ്മൾ എന്താ പ്രതീക്ഷിക്കേണ്ടത്? നമുക്ക് എന്തെങ്കിലും ഗുണം അവർ ചെയ്തു തരോ? ഇല്ല. അവര് കാണുന്ന എല്ലാവിധ തോന്നിവാസങ്ങളും അവർ ചെയ്യും. അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. എന്നൊക്കെ മുസ്ലിം സമൂഹം ഷഹാദത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ടോ അന്നൊക്കെ അള്ളാഹുവിന്റെ ശിക്ഷ അവർക്ക് ഇറങ്ങിയിട്ടുണ്ട്. ബാഗ്ദാദിൽ സംഭവിച്ചത് അതാ. അപ്പോൾ കൃത്യമായി ഈ ഒരു വിഷയത്തെ ബോധ്യപ്പെടുകയും അതിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാവിധ കർമ്മങ്ങളുമായും അള്ളാഹു സുബ്ഹാനഹു വ തആല ബന്ധപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്. അപ്പൊ നമുക്കറിയാം ഖുർആന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഖുർആൻ മുഅ്ജിസത്താണ് എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ് പ്രവാചകന്മാർക്ക് അള്ളാഹു മുഅ്ജിസത്തുകൾ നൽകുന്നത്? ഈ വന്നിരിക്കുന്ന മനുഷ്യൻ പ്രപഞ്ച സൃഷ്ടാവിനാൽ നിയോഗിതനായ ദൈവദൂതനാകുന്നു എന്നും ഇദ്ദേഹം പറയുന്ന പരലോകം അത് യാഥാർത്ഥ്യമാണ് എന്നും ജനങ്ങൾക്ക് ബോധ്യപ്പെടുവാൻ വേണ്ടിയാണ് അള്ളാഹു മുഅ്ജിസത്തുകൾ നൽകുന്നത്. മൂസാ നബിക്ക് അള്ളാഹു വടി നൽകിയതുപോലെ എല്ലാ അമ്പിയാക്കന്മാരുടെയും മുഅ്ജിസത്തുകൾ അതത് പ്രവാചകന്മാരോടും കൂടി അവസാനിച്ചു. മൂസാ നബിയുടെ വടി ഹാറൂൻ നബി കാലത്തേക്കാൾ പമ്പാവുകയില്ല. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തിനെ അല്ലാഹു എന്ത് ചെയ്തു? തുമ്മ ഔറതനൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ. വല്ലാത്തൊരു പദപ്രയോഗം അല്ലാഹു നടത്തിയത്. നാം തിരഞ്ഞെടുത്ത നമ്മുടെ അടിമകളിൽപ്പെട്ട ചില ആളുകൾക്ക് നാം അത് അനന്തരം നൽകിയെന്നാണ്. അതായത് ഈ ഇരിക്കുന്ന എന്നെയും നിങ്ങളെയും അല്ലാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നതാണ്. എന്തിനു വേണ്ടി? സൂറത്ത് ഹജ്ജിന്റെ ഏറ്റവും അവസാനത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യേണ്ട മുറപ്രകാരം നിങ്ങൾ ജിഹാദ് ചെയ്യണം. എന്താ കാരണം? ഹുവജ്തബാക്കും, അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നതാണ്. ഞാനും നിങ്ങളൊന്നും എങ്ങനെയെങ്കിലും മുസ്ലിം ആയതല്ല, ഇത് അല്ലാഹുവിന്റെ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ അതിൽ വഞ്ചന കാണിച്ചാൽ, ആ ഉത്തരവാദിത്വത്തിൽ വീഴ്ച കാണിച്ചാൽ നമ്മുടെ ഷഹാദത്ത് ദുർബലപ്പെടുത്തപ്പെടും. അപ്പോൾ മുഅ്ജിസത്താകുന്ന ഖുർആനാണ് ഞാനും നിങ്ങളും ഏറ്റുവാങ്ങിയിരിക്കുന്നത് എങ്കിൽ അതിനോടുള്ള പ്രഥമ ബാധ്യത ദഅവത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമുക്കറിയാം, നമ്മളൊക്കെ സുന്നത്തെടുക്കുന്നതിൽ വാശി കാണിക്കുന്ന ആളുകളാണ്. കൈ എവിടെ കെട്ടണം എന്ന് ചോദിച്ചാൽ ചിലർ പറയും വയറ്റത്ത് കെട്ടണം, ചിലർ പറയും നെഞ്ചത്ത് കെട്ടണം. രണ്ടായാലും സുന്നത്തിന്റെ പേരിൽ വാശി പിടിക്കുന്ന ആളുകളാണ്. എന്നാൽ 1,24,000 അമ്പിയാക്കന്മാരുടെയും പ്രഥമ സുന്നത്ത് എന്താ? ഇതാകുന്ന എന്റെ മാർഗം, ഞാൻ ജനങ്ങളെ അവരുടെ സത്താവിലേക്ക് ക്ഷണിക്കുന്നു. തികഞ്ഞ ഉൾക്കാഴ്ചയോടുകൂടി ഞാനും എന്നെ പിൻപറ്റിയ ആളുകളും ചെയ്യുന്ന പ്രഥമവും പ്രധാനപ്പെട്ടതുമായ സുന്നത്തെന്താ? അത് നെഞ്ചത്തെ കൈകെട്ടലല്ല, ജനങ്ങളെ അവരുടെ സത്താവിലേക്ക് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുവാൻ വേണ്ടി അല്ലാഹു കൽപ്പിക്കുമ്പോൾ സുന്നത്തിനോടുള്ള പ്രതിബദ്ധത നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട സംഗതി അത് ദഅവത്താണ് എന്നുള്ളതാണ്. കാരണം അമ്പിയാക്കന്മാരെ മുഴുവനും അല്ലാഹു നിയോഗിച്ചത് അതിനു വേണ്ടിയാണ്. ഒരു പ്രവാചകനും ഒരു സമൂഹത്തിനിടയിൽ വർഗീയത കാണിച്ചിട്ടില്ല. കേരളത്തിലെ സകലവിധ മുസ്ലിം സംഘടനകളും അറബി പേരുള്ളവർ മാത്രം സ്വർഗത്തിൽ പോയാൽ മതി എന്ന നിലപാടിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രവാചകന്റെ മനസ്സിൽ, രീതിശാസ്ത്രത്തിൽ, ചരിത്രത്തിൽ അങ്ങനെ ഒരു വർഗീയത നമുക്ക് കാണാൻ സാധിക്കും. ആയത്തോടിക്കൊണ്ട് എന്ന് പ്രസംഗിക്കുകയും
മനുഷ്യരെ നിങ്ങളെല്ലാവരും ആദമിന്റെ മക്കളാണ് എന്ന് പ്രസംഗിക്കുകയും ആദമിന്റെ മക്കളിൽ നിന്ന് ഒരു വിഭാഗം മാത്രം സ്വർഗത്തിൽ പോയാൽ മതി, ബാക്കിയൊക്കെ അങ്ങ് നരകത്തിലേക്ക് പോകട്ടെ എന്ന് തീരുമാനിക്കുകയും അത് കണ്ടില്ലെന്ന് പോലും നടിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അതെന്ത് നവോത്ഥാനമാണ്? അതെന്ത് ഈമാനാണ്? ഒരു ബൈക്ക് സൈഡ് സ്റ്റൈന് തട്ടാതെ ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മൾ വിളിച്ചു പോയും. എന്താ കാരണം? അയാൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മൾ അരി വാങ്ങിക്കൊടുക്കും, മരുന്ന് വാങ്ങിക്കൊടുക്കും, വീടുണ്ടാക്കി കൊടുക്കും, എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. കാരണം എന്താ? ദുനിയാവിൽ ഒരു മനുഷ്യൻ കഷ്ടപ്പെടുന്നത് നമുക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാ. എന്നാൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന, നമ്മുടെ അയൽപക്കത്ത് താമസിക്കുന്ന, നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നരകത്തിലേക്കാണ് പോകുന്നത് എന്ന് 100% ഉറപ്പായിട്ടും നമുക്ക് എന്തെങ്കിലും ബേജാറ് തോന്നിയോ? എന്തെങ്കിലും ബേജാറ് തോന്നിയോ? ഇവർ വിശ്വസിക്കുന്നില്ല എന്നുള്ള കാരണത്താൽ സ്വന്തത്തിൽ തന്നെ തകർക്കുമാർ റസൂലുള്ളാഹിയുടെ നിലവാരമെത്തിയെന്ന. കാരണം അവർ നരകത്തിൽ പോകുന്നത് റസൂലുള്ളാഹിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ വിഷയം. അടിസ്ഥാനപരമായ വിഷയം അതാണ്. അപ്പൊ നമുക്കറിയാം, ഇന്ന് മുസ്ലിം സംഘടനകൾ ചെയ്യുന്ന ഏറ്റവും 2 വലിയ പ്രവർത്തനങ്ങളുണ്ട്. ഒന്ന് പള്ളി പരിപാലനവും മറ്റൊന്ന് സാമൂഹ്യക്ഷേമ പ്രവർത്തനവുമാണ്. എന്തുകൊണ്ട് ദഅവത്ത് നടത്തുന്നില്ല എന്ന് ചോദിച്ചാൽ നിലവിലുള്ള മതേതര വ്യവസ്ഥിതി തകർന്നു പോകുമെന്ന, ജനങ്ങൾ നരകത്തിൽ പോകുമെന്നുള്ള പേടിയൊന്നും നമുക്കില്ല. ഖുറൈശികൾ, മുശ്രിക്കുകളായ ആളുകൾ റസൂലുള്ളാഹിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, റസൂലേ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ മാത്രമൊന്നുമല്ല നന്മകൾ ചെയ്യുന്നത്, ഞങ്ങളും നന്മകളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് 2 നന്മകൾ റസൂലുള്ളാഹിയുടെ മുമ്പിൽ വെച്ചു. ഒന്ന്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജിന് വരുന്ന ഹാജിമാർക്ക് വെള്ളം കൊടുക്കുക എന്ന സാമൂഹ്യക്ഷേമ പ്രവർത്തനം ചെയ്യുന്ന ഞങ്ങളാണ്. മറ്റൊന്ന്, ഈ കഅബ പരിപാലിക്കുന്നത് ഞങ്ങളാണ്. 2 മോശപ്പെട്ട പ്രവർത്തനമാണ് അല്ല. പക്ഷെ അവിടെ ഖുർആൻ ഇടപെട്ടു, അല്ലാഹു ഇടപെട്ടു. അല്ലാഹു ചോദിച്ചു അവരോട്, അജഅൽതും സിഖായത്തുൽ ഹാജി വ ഇമാറത്തുൽ മസ്ജിദിൽ ഹറാം, പള്ളി പരിപാലിക്കുക എന്നുള്ളതും ഹാജിമാർക്ക് വെള്ളം കൊടുക്കുക എന്നുള്ളതും നിങ്ങൾ ആക്കി വെച്ചിരിക്കുകയാണോ? ഏതുപോലെ? അള്ളാഹുവിനെയും പരലോകത്തെയും മറിഞ്ഞംഗീകരിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുകയും ചെയ്യുന്നത് പോലെ നിങ്ങൾ ആക്കി വെച്ചിരിക്കുകയാണോ? പള്ളി പരിപാലനത്തെയും സാമൂഹ്യ പ്രവർത്തനത്തെയും ജിഹാദിന്റെ പരിധിയിൽ നിന്ന് അള്ളാഹു മാറ്റിവെച്ചു. ഒരു പക്ഷേ ഞാൻ നിങ്ങൾ അങ്ങനെ ജീവിച്ചാൽ ആൾക്കാർ പറയും ഞാൻ നല്ലൊരു മുസ്ലിമാണെന്ന് പറയും. പക്ഷെ അള്ളാഹിന്റെ അടുക്കൽ അത് സമമല്ല. അക്രമികളെ അള്ളാഹു ഹിദായത്തിലാക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ആയത്ത് അള്ളാഹു അവസാനിപ്പിക്കുന്നത്. ഇതിന് ഷഹാദത്തുമായിട്ടുള്ള ബന്ധമെന്താ? ഷഹാദത്തിന്റെ 7 ഷർത്തുകളിൽപ്പെട്ട ഒരു ഷർത്താണ് അസ്ദിഖ് എന്നുള്ളത്. ആ ഷഹാദത്തിനോട് സത്യസന്ധത കാണിക്കുക എന്നുള്ളത്. ഒരു മനുഷ്യൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അതിനെ പരിശോധിക്കും. ഇയാൾ പറഞ്ഞത് അത് കാര്യമായിട്ട് പറഞ്ഞതാണോ അല്ല, ഇവിടെ ജനിച്ചു വീണപ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൗതികമായ നേട്ടം കിട്ടിയപ്പോൾ പ്രഖ്യാപിച്ചതാണോ എന്ന് അള്ളാഹു പരിശോധിക്കും. സൂറത്ത് അൻകബൂത്തിലെ 2-3 ആയത്തുകൾ. ജനങ്ങൾ കരുതുന്നുണ്ടോ അവരെ നാം വെറുതെ വിടുമെന്ന്? ഞങ്ങളും വിശ്വാസികളാണെന്ന് അവർ വായ കൊണ്ട് പറഞ്ഞാൽ അവരെ വെറുതെ വിടുമെന്നാണോ അവർ കണ്ടിരിക്കുന്നത്? കടുത്ത പരീക്ഷണങ്ങൾക്ക് അവരെ വിധേയമാക്കാതെ. അവർക്ക് മുമ്പുള്ളവരെ നാം കഠിനമായി പരീക്ഷിച്ചിട്ടുണ്ട്. ആരാണ് ഷഹാദത്തിനോട് സത്യസന്ധത പുലർത്തിയത് എന്നും ആരാണ് അതിനെ കളവാക്കിയത് എന്നും അള്ളാഹുവിനെ അറിയുവാൻ വേണ്ടിയാണ് എന്നാണ്. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഉള്ളിലിരിപ്പ് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുക. ആളുകൾക്കും ബോധ്യപ്പെടും, അള്ളാഹ്ക്കും ബോധ്യപ്പെടും. എങ്കിലും 10-11 ആയത്തുകളിൽ അള്ളാഹു പറയുന്നത് ജനങ്ങൾ ചില ആളുകളുണ്ട്, ഒരു പറയും ഞങ്ങൾ മുഅ്മിനീങ്ങളാണെന്ന് അവർ പറയും. എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ പീഡിപ്പിക്കപ്പെട്ടാലോ ജനങ്ങളുടെ കുഴപ്പത്തെ അള്ളാഹുവിന്റെ ശിക്ഷയെ പോലെ അവർ കണക്കാക്കുന്നു. എപ്പോഴാണ് ജനങ്ങൾ പീഡിപ്പിക്കുക? മരുന്ന് കൊടുത്താൽ ജനങ്ങൾ പീഡിപ്പിക്കോ? വിദ്യാഭ്യാസത്തിന് സഹായം ചെയ്തു കൊടുത്താൽ ജനങ്ങൾ പീഡിപ്പിക്കോ? ആളുകൾക്ക് വീടെടുത്തു കൊടുത്താൽ ആളുകൾ പീഡിപ്പിക്കോ? ഇല്ല. 1,24,000 അമ്പിയാക്കന്മാരും അവരെ പിന്തുടർന്ന സഹാബത്തും പീഡിപ്പിക്കപ്പെട്ടത്, നാട് കടത്തപ്പെട്ടത്, കൊല്ലപ്പെട്ടത്, പട്ടിണി കിടപ്പെട്ടത് എന്തിന്റെ പേരില?
എന്തിന്റെ പേരില? ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്തതിന്റെ പേരില. അബൂബക്കർ റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച് വീട്ടിലിരുന്നുവെങ്കിൽ അദ്ദേഹം പീഡിപ്പിക്കപ്പെടില്ലായിരുന്നു. അദ്ദേഹം മുതൽ കൊടിത്തിയിലെ ഫൈസൽ വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചുകൊണ്ട് വീട്ടിലിരുന്നിരുന്നുവെങ്കിൽ അവർ പീഡിപ്പിക്കപ്പെടില്ലായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി അല്ലാഹു നമുക്ക് ഇട്ടുതരുന്നത് നമ്മൾ പ്രഖ്യാപിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് സത്യസന്ധമായിട്ടാണോ പ്രഖ്യാപിച്ചത് എന്ന് അല്ലാഹുവിനെ അറിയുവാൻ വേണ്ടിയാണ്. വലയഅലമന്ന അല്ലാഹു അല്ലദീന ആമനു, ആരാണ് ഇതിനെ അറിഞ്ഞ് പ്രഖ്യാപിച്ചത് എന്നും വലയഅലമന്നൽ മുനാഫിഖീൻ, ആരാണ് കാപട്യം കാണിക്കുന്നത് എന്നും അല്ലാഹുവിനെ അറിയുവാൻ വേണ്ടിയാണ് എന്നാണ്. സിദ്ഖിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നിഫാഖ് എന്നത്. അപ്പോൾ ഈ ഷഹാദത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ അതിന് പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുക എന്നുള്ളത്, അതിൽ മൊത്തം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ വർഗീയത കാണിക്കുക എന്നുള്ളത് ആ ഷഹാദത്തിനോടുള്ള ഖിയാനത്താണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഇതിന് അല്ലാഹു വെച്ച പ്രതിഫലം എത്രയാണ്? മുസ്ലിം ഉമ്മത്തിനോട് ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന അമലേതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ള നിസ്കാരം. കാരണം അതാണല്ലോ ഷഹാദത്ത്. ഇസ്ലാം കാര്യത്തിൽ ആകെ ഒന്നാമതായി പ്രധാനമായും ചെയ്യുന്നത് അതാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? ഫവല്ലാഹി, അല്ലാഹു തന്നെയാണ് സത്യം, ലാ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദ, നീ മുഖാന്തരം ഒരാൾ ഹിദായത്തിലായാൽ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവും അതിലുള്ളത് മുഴുവനും നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമം അതാണ് എന്നാണ്. അപ്പൊ നമുക്കറിയാം, മക്കയിലെ പള്ളിയിൽ നമസ്കരിച്ചാൽ 1,00,000 മടങ്ങ് പ്രതിഫലമാണ്. മക്കയിലെ പള്ളിയിൽ 4 റക്അത്ത് ദുഹർ നമസ്കരിച്ചാൽ 4,00,000 റക്അത്ത് നമസ്കരിച്ച പ്രതിഫലമാണ്. ഈ ഹദീസിനെ സഹാബികൾ എങ്ങനെ മനസ്സിലാക്കിയത്? നമ്മളെല്ലാവരും മക്കയിലേക്ക് പോവാ പ്രതിഫലം കിട്ടാൻ വേണ്ടി. പക്ഷേ സഹാബികൾ എന്ത് ചെയ്തു? മക്കയും മദീനയും ഉപേക്ഷിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവർ ഇറങ്ങി തിരിച്ചു. കാരണം അവർക്കറിയാം, ഹറമിൽ നമസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലമുള്ള മഹത്തായ കർമ്മം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹജ്ജത്തുൽ വദാഇ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വസിയത്ത് നൽകിയത്. അശ്ശാഹിദൽ ഗായിബ, ഇവിടെ ഹാജറുള്ളവർ ഹാജരില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണമെന്നതാണ്. നമ്മൾ അറബി പേരുള്ളവരെ മാത്രം ലക്ഷ്യം വെക്കുമ്പോൾ ആ അറബികളായ സ്വഹാബിമാർ ഇറങ്ങി തിരിച്ചത് അറബി പേരല്ലാത്ത ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യരിലേക്കാണ് എന്ന തിരിച്ചറിവ് പോലും നമുക്കുണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ നീ മുഖാന്തരം ഒരാൾ ഹിദായത്തിലായാൽ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ഖുതുബത്ത് വരുമ്പോ അറബി പ്രസംഗം കേട്ട് ഒന്നും തിരിയാതെ ആയുസ് തള്ളി നീക്കുന്ന ഒരു മനുഷ്യനെ നീ ഇങ്ങോട്ട് വാ, നിനക്ക് ദീൻ പഠിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുവന്നാൽ അയാൾ നന്നായാൽ അയാൾ ചെയ്യുന്ന എല്ലാ അമലുകളുടെയും പ്രതിഫലം അയാൾ തൊട്ടും കുറയാതെ നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ്. ഞാൻ ഹജ്ജ് ചെയ്യാതെ മരിച്ചുപോയി, എന്നാൽ ഞാൻ മുഖാന്തരം ഒരാൾ ഹിദായത്തിലേക്ക് വന്നു, അയാൾ മഖ്ബൂലും മബ്റൂറുമായ ഒരു ഹജ്ജ് നിർവഹിച്ചാൽ അതേ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകുമെന്നാണ്. അപ്പൊ നമ്മൾ ആത്മാർത്ഥമായി അല്ലാഹുവിന്റെ പ്രതിഫലമാണോ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഒന്നാമതായി ഏറ്റെടുക്കേണ്ട അജണ്ട ഏതാ? അവിടെയാണ് കൃത്യമായി ഈ ഒരു ദഅവത്തിനെ നമ്മുടെ ഈമാനുമായി നമ്മൾ ബന്ധപ്പെടുത്തി, നമ്മുടെ പരലോക വിശ്വാസവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടത്. അല്ലാഹുവിന്റെ ദീൻ അതിനെ കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പെടുത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലൈഹി. നമ്മളുടെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഫാസിസമാണ്. അപ്പൊ നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റാണ് ഫിറഔനാണ്. നമുക്കാർക്കും തർക്കമില്ല. ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞിട്ട് ഫിറഔനെ അല്ലാഹു ശിക്ഷിച്ചു? ഇല്ല. ഒരു സമൂഹത്തെ മുഴുവനും സകലവിധ മനുഷ്യാവകാശ ധ്വംസനങ്ങളും നടത്തി കൊല്ലങ്ങളോളം പീഡിപ്പിച്ചപ്പോഴും അല്ലാഹു ഫിറഔന്റെ വിഷയത്തിൽ ഇടപെട്ടോ? ഇല്ല. ആ ബനൂ ഇസ്രായേൽ സമൂഹത്തിലെ 1,00,000-ഓളം വരുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നു തള്ളിയപ്പോഴും അല്ലാഹു ഫിറഔനെതിരെ നടപടിയെടുത്തോ? ഇല്ല. പിന്നെ എപ്പോഴാ ഫിറഔനെതിരെ അല്ലാഹു നടപടിയെടുക്കുന്നത്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ പ്രവാചകനായി നിയോഗിക്കുകയും രാജകൊട്ടാരത്തിൽ ചെന്നുകൊണ്ട് ദഅവത്ത് നിർവഹിക്കുകയും ചെയ്തതിനു ശേഷമാണ് പടിപടിയായിക്കൊണ്ട് ഫിറഔനെതിരെ അല്ലാഹു ശിക്ഷകൾ ഇറക്കുന്നത്, അവസാനം മുക്കിക്കൊല്ലുകയും ചെയ്തു. ഇതിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ആരിൽ നിന്നാണോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മൾ ഭയപ്പെടുന്നത് അവർക്ക് കൃത്യമായി ദഅവത്ത് എത്തിച്ചു കൊടുത്താലല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിഷയത്തിൽ ഇടപെടുകയില്ല എന്നുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിഷയമാണ്. വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ലതഅ്മുറുന്ന ബിൽ മഅറൂഫി വല തൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ ദഅവത്ത് നടത്തണം, അത് നിർബന്ധം.
അല്ലെങ്കിൽ എന്താ പോയിക്കും അവരെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്തുള്ള ശിക്ഷ നിങ്ങൾക്ക് വരും. ദഅവത്ത് നടത്താത്ത ഒരു സമൂഹത്തെ അള്ളാഹു ശിക്ഷിക്കും. നിങ്ങൾ അള്ളാഹുവിനോട് വരക്കും. മറ്റൊരു ഹദീസിൽ വന്നത് എന്ന നിങ്ങളിൽപ്പെട്ട ഏറ്റവും നല്ല മനുഷ്യന്മാർ നോക്കുന്ന അള്ളാഹുനോട് യുസ്തജാബുലക്കും അള്ളാഹ് മറുപടി തരൂല. സുബ്ഹാനല്ലാഹ്. ദഅവത്ത് നിർവഹിക്കാത്ത ഒരു സമൂഹത്തിന് ആകാശ ലോകത്ത് നിന്നുള്ള സഹായം തടയപ്പെടുമെന്നാണ് അള്ളാഹു പറഞ്ഞത്. എങ്കിലും ഇവിടെ എന്താ സംഭവിക്കാം? നമ്മളെക്കാൾ 700 വർഷത്തെ പാരമ്പര്യമുള്ള, സൈനികപരമുള്ള, സാമ്പത്തിക ശേഷിയുള്ള ബാഗ്ദാദിലെ 30 ലക്ഷം മുസ്ലിമീങ്ങളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെങ്കിസ് ഖാൻ പറഞ്ഞയച്ച് നാമാവശേഷമാക്കി കളഞ്ഞത്. ആലോചിച്ച് നോക്കണം. നമുക്കിവിടെ അതിജീവനം വേണമെങ്കിൽ നമ്മൾ ഖുർആന്റെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. ഖുർആനിൽ സൂറത്ത് ഖമറിൽ അല്ലാഹു 4 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞൊരായത്തുണ്ട്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഉൽബുദ്ധരാകുവാൻ അല്ലാഹു ഉൽബുദ്ധത നേടുവാൻ ഖുർആനിനെ അല്ലാഹു എളുപ്പമാക്കിയിരിക്കുന്നു. ആരുണ്ട് ഉൽബുദ്ധരാകുവാൻ, ചിന്തിക്കുവാൻ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. ഈ ആയത്തോടെ നമ്മൾ സയൻസ് പഠിക്കാൻ പോയി. സയൻസ് പഠിക്കാൻ പോയ മക്കൾ നിരീശ്വരവാദത്തിലേക്കും ലിബറലിസത്തിലേക്കും പോയി. ആലോചിച്ച് നോക്കണം ഈ സമൂഹത്തിന്റെ ഗതികേട്. അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് അള്ളാഹു പറഞ്ഞ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് പകരം നമ്മുടെ മക്കൾ ഭരണചക്രം തിരിച്ച് നമ്മുടെ കാര്യങ്ങൾ ശരിയാക്കി തരുമെന്നാണ് ഈ മുസ്ലിം ഉമ്മത്ത് വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഖുർആനിൽ 4 പ്രാവശ്യം ഈ ആയത്തിൽ അള്ളാഹു ഉദ്ധരിച്ചത് 5 ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു 4 പ്രാവശ്യം ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഒന്നാമത്തെ ചരിത്രം മാത്രം പറയാം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രമാണ്. 1 ലക്ഷത്തോളം വരുന്ന സമൂഹം, അതിൽ 71 ആളുകൾ മാത്രമാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും. ആ സമൂഹം നൂഹ് നബിയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും വളരെ ദുർബലരാണ്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ്, ദരിദ്രരാണ്. എന്നാൽ അപ്പുറത്തുള്ളതോ അവർ ശക്തരാണ്, സുസംഘടിതരാണ്, ആയുധബലമുള്ളവരാണ്, എല്ലാം കൊണ്ടും ശക്തരാണ്. സ്വാഭാവികമായും ഭൗതികമായും നമ്മൾ നോക്കിയാൽ അവിടെ നശിപ്പിക്കപ്പെടുവാൻ ആരാണ് ഏറ്റവും അർഹതയുള്ളത്? നൂഹ് നബിയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും ആണ്. അത്രത്തോളം ദാരിദ്ര്യം പിടിച്ചൊരു ടീം അന്നില്ല. പക്ഷെ എന്ത് സംഭവിച്ചു? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് മുതൽ ആ ഷഹാദത്തിന്റെ ഡ്യൂട്ടി ഒരു വഞ്ചനയും കാണിക്കാതെ അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ അവർ ഉറച്ചു നിന്നപ്പോൾ അവിടെ അള്ളാഹുവിന്റെ സഹായം ഇറങ്ങി. ആ 1 ലക്ഷത്തോളം വരുന്ന സമൂഹത്തെ മുക്കിക്കൊല്ലുകയും നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള പരമദരിദ്രരായ ആളുകളെയും രക്ഷപ്പെടുത്തുകയും ഭൂമിയുടെ അനന്തരാവകാശികളാക്കി മാറ്റുകയും ചെയ്തുകൊണ്ട് അള്ളാഹ് ചോദിക്കുകയാണ്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഫാസിസത്തിന്റെ ഇരമ്പലിൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഭയപ്പാടുകൾ കടന്നു വരുന്നുണ്ട് എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ ഈ സമൂഹത്തെ അല്ലാഹു ഈ ലോകത്തും നാളെ പരലോകത്തും പരിഗണിക്കില്ല എന്ന ബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട്. എങ്കിലേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. അല്ലാത്ത കാട്ടിക്കൂട്ടലുകൾ കൊണ്ടൊന്നും നമ്മൾ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ളത് ഖുർആൻ വിവരിക്കുന്ന ചരിത്രത്തിൽ നമുക്ക് ബോധ്യപ്പെടേണ്ട സംഗതിയാണ്. എന്നിങ്ങനെ ബദറുണ്ടായി. നിരായുധരായ, യാതൊരു കോപ്പുമില്ലാത്ത 300ഓളം ആളുകളെ സർവായുധ സജ്ജരായ ആ 1000ഓളം പേരുടെ മുമ്പിൽ കൊണ്ടുപോയി അല്ലാഹു ഇട്ടു. കാരണം അല്ലാഹുക്കറിയണം അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീറാണ് എന്ന് ഇവർ അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് അല്ലാഹുക്കറിയണം. 10-15 കൊല്ലമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു നടക്കുകയാണ് ഈ സഹാബത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ഷഹാദത്തിന്റെ പൂർണ്ണമായ രൂപം ഇവർക്ക് കൃത്യമായി ബോധിച്ചിട്ടുണ്ടോ എന്നറിയണം. അല്ലാഹു ബോധ്യപ്പെടുത്തി കൊടുത്തു. അവർ തയ്യാറായി. ആയുധമില്ലാതിരുന്നിട്ടും സമ്പത്തില്ലാതിരുന്നിട്ടും ഭക്ഷണമില്ലാതിരുന്നിട്ടും അള്ളാഹു മലക്കുകളെ ഇറക്കിക്കൊണ്ട് ആ ബദറിൽ അള്ളാഹു മുഅ്മിനീങ്ങളെ സഹായിച്ചു. ഈ ചരിത്രം എന്തിനാ നമ്മളോട് പറഞ്ഞത്? അള്ളാഹ്ക്ക് ആവശ്യം നമ്മുടെ ഷഹാദത്താണ്. നിങ്ങൾക്ക് ആയുധമില്ലെങ്കിൽ, നിങ്ങൾക്ക് സമ്പത്തില്ലെങ്കിൽ, നിങ്ങൾക്ക് ആരോഗ്യമില്ലെങ്കിൽ ഒന്നും അള്ളാഹ്ക്ക് പ്രശ്നമല്ല. നിങ്ങൾ ഷഹാദത്തുമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടും. 10 ആളുകളാണ് ആ വിഷയത്തിൽ അടിയുറച്ചു നിൽക്കുന്നത് എങ്കിൽ ആ 10 ആളുകളുടെ വിഷയത്തിൽ അള്ളാഹു ഇടപെട്ടിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധന നാട്ടിൽ പ്രശ്നം ഉണ്ടാവില്ല. ഗുജറാത്തിൽ 3000 മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയത് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്തിട്ടാണ്. ബഗൽപൂരിലും ഗുജറാത്തിലും ഭീവണ്ടിയിലും
അഹമ്മദാബാദിലും കോയമ്പത്തൂരും, സ്ഥലം ഞാൻ എണ്ണി പറയേണ്ട ആവശ്യമില്ല, മുസഫർ നഗറിലും ഒക്കെ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയത് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്തിട്ടാണ്. അല്ല, അപ്പോൾ നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്ന പ്രശ്നം എന്താ? നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്താലും പെടും, ചെയ്തിട്ടില്ലെങ്കിലും പെടും. അതല്ലേ ഇന്ത്യയിൽ ഇന്നത്തെ ചരിത്രം വർഗീയ കലാപങ്ങൾ നമുക്ക് തെളിയിച്ചു തരുന്നത്. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി ഷഹാദത്തിലേക്ക് മടങ്ങുക, അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളത് മാത്രമാണ് മുസ്ലിം സമൂഹത്തിന്റെ മുമ്പിലുള്ള ഏക പോംവഴി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ രീതിയിൽ നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ ഇതേതെങ്കിലും സംഘടനയിൽ മെമ്പർഷിപ്പെടുത്തവർ ചെയ്യേണ്ട വഴിയല്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഞാൻ മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിച്ച ഓരോ ആണും പെണ്ണും ചെയ്യേണ്ട വഴിയാണ്. ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റിയ ഏർപ്പാടല്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റെല്ലാ വിഷയങ്ങളെയും കോർത്തിണക്കിയത്. വിശദീകരിക്കേണ്ടതുണ്ട്. നമ്മൾ പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ച് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, പണ്ഡിതന്മാർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുകയും ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആയുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منها والاموات انك مجيب الدعوات ويا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجر والدينا من النار. اللهم انصر المسلمين والمجاهدين في كل مكان يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله تعالى على خير خلق نبينا محمد وعلى آله وصحبه أجمعين. والسلام على المرسلين والحمد لله رب العالمين.